ഇത്രയും തേജസ്സുള്ളവരെ കാണുക അസഹനീയം തന്നെ, അസഹനീയം. വിവാഹിതരായതിനു ശേഷം അവരുടെ ശക്തി 10 മടങ്ങായി വർദ്ധിച്ചിരിക്കുന്നു. അവനേക്കാൾ പ്രകാശവതിയാണ് അവൾ. അവരുടെ കൂട്ടുകെട്ടിനു ശേഷം ആ പരിസരത്ത് പോകാൻ കഴിയുന്നില്ല. അവരുടെ പ്രത്യേക പുണ്യങ്ങൾ കാരണം എന്റെ ശക്തി കുറഞ്ഞു പോകുന്നതായി എനിക്കും തോന്നുന്നു. അതിനെയും അനുവദിച്ചുകൂടാ. അവരെ സമീപിക്കാൻ ആർക്കും ധൈര്യമില്ലാതാകുന്നു. ഇത് നമ്മുടെ കോപം വർദ്ധിപ്പിക്കുന്നു. ഇല്ല, ഇതൊരിക്കലും അനുവദിച്ചുകൂടാ. അത്യുന്നതമായ ഒരു ശക്തി അവരെ സംരക്ഷിക്കുന്നു. അവരുടെ പരസ്പര സ്നേഹം നശിപ്പിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ലക്ഷ്യം സാധിച്ചെടുക്കാൻ കഴിയും. അവരെ തമ്മിൽ ഭിന്നിപ്പിക്കാം. അതിനുള്ള വഴികൾ കണ്ടെത്തണം. മാത്രമല്ല, അയൽക്കാരിൽ അവരുടെ മേലുള്ള അസൂയ ആളിക്കത്തിക്കണം. അയൽക്കാരുടെ നാവാണ് നമുക്ക് പ്രയോഗിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ആയുധം. ഇത്തവണ നമ്മൾ വിജയിക്കുക തന്നെ ചെയ്യും. മറിയം, എപ്പോഴും തയ്യൽ തന്നെയാണോ ജോലി? അല്ല, വീട്ടുജോലിയൊക്കെ കഴിഞ്ഞ ശേഷം ഇതുപോലെ അല്പം തയ്ക്കാറുണ്ട്. ജോസഫ് ഇവിടെ ഇല്ലേ? ഇല്ല, ഇന്ന് പുറത്താണ് ജോലി. ജോസഫിനെ അങ്ങനെ പുറത്തൊന്നും ജോലിക്ക് വിടരുത്. അവന്റെ പോക്ക് അത്ര ശരിയാണെന്ന് തോന്നുന്നില്ല. ചെറുപ്പമല്ലേ അവൻ? ഒടുവിൽ അവൻ നിന്നെ തന്നെ മറന്നുപോയാലോ? എന്താ നിങ്ങൾക്ക് അങ്ങനെ തോന്നാൻ കാരണം? നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല, എങ്കിലും നാട്ടിൽ അങ്ങനെയൊക്കെ പലയിടത്തും പലതും സംഭവിക്കുന്നുണ്ട്. ജോസഫിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അങ്ങനെയൊന്നും അറിയില്ലല്ലോ. അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്. അത് പരദൂഷണമാണ്, ദൈവത്തിന് ഇഷ്ടമില്ലാത്തതുമാണ്. നല്ലത് ചിന്തിക്കുകയും നല്ലവരായി ജീവിക്കുകയുമാണ് വേണ്ടത്. മറ്റുള്ളവരെക്കുറിച്ച് എപ്പോഴും നല്ല വാക്കുകൾ പറയാൻ ശ്രമിക്കുക. എന്നോട് ക്ഷമിക്കൂ മറിയം, ഞാനിനി ആരെക്കുറിച്ചും ഇങ്ങനെ പറയില്ല. സാരമില്ല, സമാധാനമായിരിക്കുക. ഇപ്പോൾ ദൈവവും എല്ലാം ക്ഷമിച്ചു കഴിഞ്ഞു. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. നീയാ ജോസഫ് അല്ലേ? നീ വീണ്ടും നസ്രത്തിലെത്തിയോ? ഇത്രയും കാലമായിട്ടും ഒന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ല അല്ലേ? കഷ്ടം. പിതാവ് സമ്പാദിച്ചതെല്ലാം ദൂർത്തടിച്ച് കളഞ്ഞു, എല്ലാം നശിപ്പിച്ചു. സ്വന്തമായി ഒരു വീട് പോലും ഇല്ല. ഭാര്യ വീട്ടിലാണ് താമസം. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ആരോട് പറയാൻ ഇതൊക്കെ? അവൻ കുറ്റക്കാരനാണെന്ന് അവനറിയാം. അതുകൊണ്ടല്ലേ അവനൊന്നും മിണ്ടാത്തത്.
ദിവസമായി കഠിനമായ ജോലിയിലാണല്ലോ. നാളെ തന്നെ പണി തീർത്ത് നൽകാമെന്ന് ഞാൻ ഏറ്റിരുന്നു. സാരമില്ല, ദൈവം എല്ലാം എളുപ്പമാക്കി തീർക്കും. മറിയം, നീ വന്നപ്പോൾ തന്നെ എനിക്കെന്തൊരാശ്വാസമായി. നിന്റെ വാക്കുകളാകട്ടെ അതിലേറെ ആശ്വാസം നൽകുന്നു. എൻ്റെ പ്രാവേ, ഒരു കീർത്തനം പാടാമോ? നിന്റെ ആലാപനം എനിക്ക് എന്തുമാത്രം ആനന്ദമാണെന്നോ അതെൻ്റെ ക്ലേശങ്ങൾ ഇല്ലാതാക്കും. നീർച്ചാൽ തേടുന്ന മാൻപേടയെപ്പോൾ ദൈവമേ എൻ ഹൃദയം അങ്ങയെ തേടുന്നു. എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു. എനിക്കിപ്പോൾ വളരെ ആശ്വാസം തോന്നുന്നു. ഞാൻ പറഞ്ഞതുപോലെ നിന്റെ ഗാനം അതെനിക്ക് വലിയ ശക്തി നൽകുന്നു. നിന്റെ സ്വരവും സാമീപ്യവും ഇത്രയേറെ ആശ്വാസകരമാണെങ്കിൽ രക്ഷകനായ ദൈവത്തെ കാണാൻ ഭാഗ്യമുണ്ടായാൽ അതെന്തുമാത്രം ആശ്വാസകരമായിരിക്കും. ലോകജനതയ്ക്ക് അതെന്തുമാത്രം അനുഗ്രഹമായിരിക്കും. തീർച്ചയായും ദൈവം തന്റെ വാഗ്ദാനം നിറവേറ്റാൻ സമയമായിരിക്കുന്നു. തലമുറകളായി നമ്മൾ കാത്തിരിക്കുന്ന രക്ഷകനെ ദൈവം ഉടൻ തന്നെ ലോകത്തിലേക്ക് അയക്കും. രക്ഷകനെ കാണാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകുമോ? ആ ഭാഗ്യമുണ്ടാകാൻ ഇനിയും തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം.